അപ്പോൾ ഗുഡ് മോർണിംഗ്. എൻ്റെ ഗുഡ് മോർണിംഗ് ഇതാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം 2:20 ഞാൻ രാവിലെ എണീക്കാന്ന് വെച്ചാൽ നടക്കത്തില്ല, എനിക്കറിയാം. കാരണം ഇവിടുത്തെ ഇന്നലെ അത്രയും ടയർഡായിരുന്നു. പിന്നെ എന്തോരം ശബ്ദത്തിൽ സംസാരിച്ച് ഇതിൽ കേൾക്കുന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. എനിക്കാണെങ്കിൽ ഈ സോഷ്യൽ ആൻസൈറ്റി എന്ന് പറയുന്ന സംഭവം നല്ല രീതിയിലുള്ള ഒരാളാണ്. പക്ഷേ ഇപ്പം മാത്രമാണ് ഞാനത് ഇല്ലാതിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, മനുഷ്യരല്ലേ, മാറും. പിന്നെ ഇതാണ് ഞാൻ നിന്ന ഹോട്ടൽ, ഹോട്ടൽ ന്യൂ വെസ്റ്റ് ടവർ. പിന്നെ ഇത് നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. വണ്ടി ഇന്നലെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുള്ള അവസ്ഥ നോക്കി, മൊത്തം നശിച്ച്. ഇനിയൊക്കെ ഇത് മൊത്തം ഇരുന്ന് കഴുകണം. ഇനി വണ്ടി ഭയങ്കര പൊടിയാണ്, നമ്മളിവിടെ വിചാരിക്കുന്ന പോലെ അല്ല, ഭയങ്കര പൊടിയാണ് ഇവിടെ. ഇതുണ്ടോ, ഇതാണ് ഇവിടെ നിന്നുള്ള ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഇനിയിപ്പോൾ അതേ മുടി ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് നോക്കണ്ട. ഇവിടെ ചൂട് 38 ഡിഗ്രിയാണ് നിലവിൽ. വിയർത്തിട്ടുണ്ടല്ലോ, വിയർക്കെന്ന് പറഞ്ഞാൽ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പുറത്തേക്ക് ചാടിയതാണ്. അല്ലെങ്കിൽ പിന്നെയും കിടന്ന് ഉറങ്ങിപ്പോയാനോ, അല്ലെങ്കിൽ AC ഒക്കെ ഉള്ള റൂമാണെങ്കിൽ പെട്ടെന്ന് കിടന്ന് ഉറങ്ങിപ്പോയാനോ. ഇതിപ്പോൾ ഈ ചൂടായതുകൊണ്ട് പറ്റത്തില്ല. അപ്പോൾ എനിക്ക് മറ്റേ ടെമ്പിളിൽ പോകണം, മീനാക്ഷി ടെമ്പിളിൽ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സമയം എത്രയാണെന്ന് എനിക്കറിയില്ല. നമുക്ക് വിസിറ്റേഴ്സിന് ടൈം എന്തുണ്ട്, അപ്പോൾ ആ ടൈം എത്ര നേരമാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കണം. ഞാൻ എത്ര വൈകി എണീറ്റാലും രാവിലത്തെ ഫുഡ് കഴിക്കാതെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കത്തില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ടെമ്പിളിലേക്ക് പോട്ടെ, എന്നിട്ട് വീട്ടിൽ പോകേണ്ടതാണ്. ഞാൻ എന്തായാലും മൂന്നാർ വഴി പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് വയ്യ, ഹൈ റേഞ്ചിന് ഓടിക്കാനായിട്ട് ചിന്തിക്കാൻ വയ്യ. ഞാനിനി ഇവിടുന്ന് പൊള്ളാച്ചി, പാലക്കാട്, തൃശ്ശൂർ. പാലക്കാട് എത്തിയപ്പോൾ സുഖമല്ലേ. പിന്നെ എനിക്ക് ഫേവറേറ്റ് റൂട്ടും കൂടിയാണ്. നമ്മൾ പിന്നെ ഒരു യാത്ര ചെയ്യുമ്പോഴത്തേക്കും വന്ന റൂട്ട് പോകാതെ വേറെ റൂട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ അത്രയും കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ ഓക്കെ, വിശന്നിട്ട് വയ്യ പോയി ഫുഡ് കഴിക്കട്ടെ. ഞാൻ വിചാരിച്ചേ ബൈക്ക് എടുക്കാതെ നടന്നു പോകാം. കാരണം ഇവിടെ നടന്നു പോകുന്നതാണ് ബെറ്റർ. കാരണം വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത് ഹോട്ടലിൽ നമുക്ക് തപ്പി പിടിക്കാനും പറ്റത്തില്ല. പിന്നെ ഇവിടുത്തെ വണ്ടി ഓടിക്കൽ കുറച്ച് സീനാണ്. ഒന്നാമത് ഈ കേരള രജിസ്ട്രേഷൻ വണ്ടി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു ഈഗോ ക്ലാഷ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്കങ്ങനെ തപ്പി നടക്കാൻ പറ്റത്തൊന്നുമില്ല. അപ്പോൾ ഇങ്ങോട്ട് നടന്നു നോക്കാം. ഇവരുടെയിലൊക്കെ ഉണ്ടാവും. മധുരയുടെയും തമിഴ്നാടിൻ്റെയൊക്കെ പ്രത്യേകത ഭയങ്കര എന്താ പറയുക, എനിക്ക് വെജിറ്റേറിയൻ ഫുഡുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടാവും. പിന്നെ നല്ല നല്ല ബേക്കറീസൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് അങ്ങനെ മധുരയിൽ ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ നിൽക്കുന്ന ടൗണിൽ തന്നെയാണ്. ഏകദേശം നമ്മുടെ മീനാക്ഷി ടെമ്പിളിലേക്ക് അടുത്ത് തന്നെയാണ്, ഒരു 2 കിലോമീറ്ററൊക്കെ തന്നെ ഉള്ളൂ. ഇവിടെ ഹോട്ടൽ എന്തോ എവിടെയെങ്കിലും ഉണ്ടാവും. പിന്നെ ഈ തമിഴ്നാട്ടിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, നമ്മുടെ നാട്ടിൽ ഫോട്ടോസ്റ്റാറ്റ് എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇവർ പറയുന്ന സെറോക്സ് എന്നാണ്. അത് ഞാൻ എപ്പോൾ പോകുമ്പോഴും ശ്രദ്ധിക്കും. നമ്മുടെ നാട്ടിൽ പക്ഷേ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എന്നാലും ഫോട്ടോസ്റ്റാറ്റ് എന്നാണ് പറയുന്നത്. കാരണം നമുക്കിത് അറിയില്ല, മീൻസ് എനിക്കറിയില്ല കേട്ടോ. ഞാനിവിടെ വന്നതിന് ശേഷം ഇത് ശ്രദ്ധിച്ചിട്ടുള്ളത്. കണ്ടോ, അതെ, പെൻഗ്വിൻ സെറോക്സ്. അങ്ങനെ എവിടെ നോക്കിയാലും സെറോക്സ് തന്നെയാണ്. ഇത് കുറച്ച് ഹോട്ടലുള്ള ഏരിയ. ഇത് ഹോട്ടലാണ്. പിന്നെ ഇത് ഹോട്ടലാണ് ടിഫിൻ. ഇവിടെ മെയിനായിട്ട് ടിഫിൻ എന്നാണ് പറയുന്നത്. ഇവിടെ കയറി നോക്കുക തൽക്കാലം. ഇവിടെ വടയൊക്കെ ഇരിപ്പുണ്ട്. ചോറ്, ഇവിടുത്തെ ചോറ് അടിപൊളിയാണ്. ഞാൻ തൽക്കാലം ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇരിക്കാം. ഞാൻ ഈ തമിഴ്നാട്ടിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ലെമൺ റൈസ് ഞാൻ കഴിച്ചിട്ടില്ല. ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞത് ലെമൺ റൈസ് ഉണ്ടെന്നാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കട്ടെ, കഴിച്ചു നോക്കാം. ലെമൺ നല്ലതായിരിക്കുമല്ലോ. എനിക്ക് ലൈം സോഡ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. അങ്ങനെ ലെമൺ റൈസ് വന്നിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇതിൽ ലെമൺ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. കറിയിൽ നോക്കിയിട്ട് കറിയിൽ ലെമൺ ഇല്ല. ചോറിൽ നോക്കിയിട്ട് അതിലും ലെമൺ ടേസ്റ്റ് ഇല്ല. ഇനി ലെമൺ അച്ചാറാണോ? അത് ഭയങ്കര ലെമൺ, അടിപൊളി അച്ചാർ. ഇത് ചമ്മന്തിയാണ്, ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ. അത് തേങ്ങയാണ്. അപ്പോൾ ലെമൺ എവിടെയാണ്? ഇവരെന്തുകൊണ്ടാണ് ഇതിനെ ലെമൺ റൈസ് വിളിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. അച്ചാർ ലെമണാണ് ഞാൻ സംഭവിച്ചത്. ഭയങ്കര അടിപൊളി. ചോറിൽ ലെമണില്ല. സത്യം പറഞ്ഞാൽ എന്തൊക്കെ അറിയാമെന്നുള്ള എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ടേസ്റ്റിന് കുറവൊന്നുമില്ല. തമിഴ്നാട്ടിൽ എനിക്ക് വേറെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്നറിയോ? ഇവിടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ചീപ്പാണ്. നമ്മുടെ നാട്ടിൽ ഒരു ചോറിന് ഇപ്പോൾ എത്ര, 70 80. ഇവിടെ ലൈം റൈസിനും മീൻസ് എന്ത് റൈസൊക്കെ ആണെങ്കിലും 40 45 50. 50 ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കൂടുതലും ഞാൻ 45 ഗ്ലാസ് പിടിച്ച് പൊട്ടിച്ചേനെ. പിന്നെ എന്താ, അങ്ങനെ ഭയങ്കര റേറ്റ് കുറവാണ്. പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു പ്രാവശ്യം ജ്യൂസ് കുടിച്ചായിരുന്നേ. അപ്പോൾ മുസമ്പിയുടെ ജ്യൂസിനൊക്കെ 35 രൂപയാണ്. നമ്മുടെ നാട്ടിൽ എത്രയാണ്? നമ്മുടെ നാട്ടിൽ 70 രൂപയാണ്. ആ ഡിഫറൻസ് അതാ.
അപ്പോൾ ഇവിടെ ഫുഡ് ഭയങ്കര ചീപ്പാണ്. ഇവിടെ നിന്നല്ല കേട്ടോ, സൗത്ത് ഇന്ത്യ, നമ്മുടെ ഹൈദരാബാദ്, കർണാടക അവിടെയും ഒക്കെ ഇതേപോലെ എനിക്ക് കുറവുപോലെ ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, കേരളം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളവരോട് പറയും. അപ്പോൾ അതാണ് എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം. അങ്ങനെ തിരിച്ച് നമ്മൾ നമ്മുടെ ഹോട്ടലിലവിടെ വന്നിരിക്കുക. എന്താണെന്നറിയോ, ഫോണിൽ ചാർജ് ചെയ്യാനുണ്ട്, ചാർജില്ല. അപ്പോൾ ചാർജൊക്കെ ചെയ്തിട്ട് കൊന്നില്ല ചാർജൊക്കെ ചെയ്തിട്ട് വേണം ഇനിയിപ്പോൾ പോകാൻ വേണ്ടിയിട്ട്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല. വണ്ടി ഇവിടെ ഹെൽമെറ്റ് മറന്ന്, ഹെൽമെറ്റ് ഭാഗ്യം ഞാൻ വിചാരിച്ച ആരെങ്കിലും കൊണ്ടുപോയിരിക്കുന്നു, ആരും കൊണ്ടുപോയില്ല. പിന്നെ നമ്മുടെ ഒരു ചേട്ടനുണ്ട്, കാണിച്ചു തരാം. പുള്ളി കുറേ പേരുണ്ട്, അവർ കുറേ പേരുണ്ട് അവിടെ, അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. ഇത് ലിഫ്റ്റാ. ലിഫ്റ്റാണെന്ന് എല്ലാവർക്കും അറിയാം, ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും എനിക്കിന്ന് ഭ്രാന്താണ്. ഞാൻ ഞെക്കിയില്ല, നമ്മൾ സെക്കൻഡിലാണ്. അപ്പോൾ നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ പോയിട്ട് ഫോണൊന്ന് ചാർജിലിട്ടിട്ട് വേണോ എനിക്ക് വൈകിട്ട് ഇറങ്ങാൻ. ഈ ഫോൺ കൈ പിടിക്കാൻ പറ്റുന്നില്ല, വിരൽ വേദന എടുക്കുക. കാണിച്ചു തരാം എങ്ങനെയാന്ന്. ഇതാണ് റൂം. ഞാൻ കൂടുതലും ഇങ്ങനെയുള്ള റൂമിലൊക്കെ കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. കാരണം നമുക്ക് ഭയങ്കര കംഫർട്ടബിളാണ്, മീൻസ് ഭയങ്കര റേറ്റ് കുറവാണ്. എനിക്കിത് കിട്ടിയത് സത്യം പറഞ്ഞാൽ 700 ആണ്. അതിലും കുറച്ച് കിട്ടും, പക്ഷെ ഞാൻ ചോദിച്ചില്ല അവരുടെ അടുത്ത്, കാരണം ഭയങ്കര നല്ല പെരുമാറ്റമായിരുന്നു. താക്കോല് കാണിച്ചു തരാവേ. ബൈക്കിൻ്റെ താക്കോലും എല്ലാം കൂടെ മിക്സായി. ഇതാണ് താക്കോല്. ഇത്രയും വലിയ താക്കോലിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാകുന്നില്ല, കൊണ്ടുനടക്കൽ ഭയങ്കര പാടാണ്. 201 പിന്നെ റൂം തുറക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്കോല മൈക്ക്. എൻ്റെ റൂമല്ലേ, ഞാൻ വരുന്ന റൂമുകളൊക്കെ അങ്ങനെയാണ്. എന്തൊക്കെയാണ് അവിടെ കിടക്കുന്നത് എനിക്ക് പോലും അറിയത്തില്ല. കറണ്ട് ഇല്ല, പെട്ടല്ലോ. ഫോൺ റീചാർജ് ചെയ്യാൻ പറ്റത്തില്ല, താഴത്ത് പോയി നോക്കേണ്ടി വരും. കറണ്ട് ഇതാണോ? ഇത് ഞാനല്ലല്ലോ ഓഫ് ചെയ്തത്. ഓക്കെ, നമ്മുടെ നോർമലുള്ള റൂമുകൾക്കാണെങ്കിൽ മറ്റേ ഇതുണ്ടാവും, മറ്റേ ഇവിടെ കീയിൽ തന്നെ മറ്റേ ലോക്കറ്റ് ഇതുള്ളത്. അതാകുമ്പോൾ എടുക്കുമ്പോഴത്തേക്കും പോകും. കണ്ടോ, ഞാനിങ്ങനെ ചെറിയ അലങ്കോലമൊക്കെ ആക്കിയിടും. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. ആകെയുള്ളൊരു ബാഗ്, പിന്നെ തോർത്ത്, ബൂട്ട്, ഷൂ, പിന്നെ മെയിൻ എൻ്റെ ജാക്കറ്റും പാൻസും. അപ്പോൾ ദിസ് ഈസ് മീ. ഇതാണ്. ഇത്രയും വലിയ ഫോണും കൊണ്ടാണ് വ്ളോഗ് ചെയ്ത്. എന്ത് പാടാന്നറിയോ, എനിക്ക് താല്പര്യമില്ല. ഗോപ്രോ ആണെങ്കിൽ സുഖമായിരുന്നു. സാധനം ഉണ്ട് കയ്യിൽ, പക്ഷേ അതിപ്പോൾ എൻ്റെ കയ്യിലില്ല. ഞാൻ പിന്നെയും കിടന്ന് ഉറങ്ങിപ്പോയി ഫോൺ ചാർജിലിട്ടിട്ട്. ഇപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ 5:45 ഇനി രാത്രിയൊക്കെ ഞാൻ പിന്നെ അമ്പലത്തിൽ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല, ലൈറ്റൊന്നും ഉണ്ടാവത്തില്ല, വീഡിയോസ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്പലത്തിനകത്ത് കയറണമെന്നൊക്കെ ഉള്ള ഒരു തോന്നലാണിപ്പോൾ. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ഒരു 1 hour കൂടെ കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ചെക്കൗട്ട് ചെയ്യാം, പൊക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പറഞ്ഞില്ല, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, ഇനി ഇറങ്ങുന്ന ടൈമിൽ ഒരു 100 രൂപ എക്സ്ട്രാ വാങ്ങും, എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും പോട്ടെ, അവിടെ പോയി നോക്കട്ടെ എൻ്റെ അവസ്ഥ. അങ്ങനെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഭയങ്കര പാടാണ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, വണ്ടികൾ ഇരിക്കുന്നുണ്ടോ ഇവിടെ ഫുള്ള്. ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം വണ്ടികളാണ്. അപ്പോൾ ഈ ഹെൽമെറ്റ് ഞാൻ ഇവിടെ വെച്ചിട്ട് പോയാലെന്ന് ആലോചിച്ചു, പക്ഷെ പിന്നെ വിചാരിച്ചു കാരണം അത്രയും ലോങ് പോകണ്ടല്ലേ, എങ്ങാനും പോയി കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് കോയമ്പത്തൂർ വെച്ചിട്ട്, അതുകൊണ്ടാണ്. അപ്പോൾ എങ്ങാനും കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പാടാ. അവിടം വരെ പോകുന്നുണ്ടേ, പിന്നെ വേറെ വാങ്ങാണ്ടൊന്നും ഒരിക്കലും പോകാൻ പറ്റില്ല. അപ്പോൾ അമ്മൻ ടെമ്പിൾ നമ്മുടെ നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്താൽ മതി. അത് ഈ കാണുന്നതാണ് ടെമ്പിൾ. കണ്ടോ, എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഇതിൻ്റെ കൺസ്ട്രക്ഷനാണ്. എത്ര ആലോചിച്ചിട്ടൊരു പിടുത്തവും കിട്ടുന്നില്ല. അന്നത്തെ കാലത്ത് ഇവരെങ്ങനെയാണ് പണിഞ്ഞത്. പ്രത്യേകത എന്ന് വെച്ചാലേ, ഞാനിവിടെ നടന്നിങ്ങനെ പോകുമ്പോഴത്തേക്കും ആൾക്കാരിങ്ങനെ ഓരോരുത്തരെ വിളിക്കുന്ന പേര് മൊത്തം മീനാക്ഷി എന്നാണ്. എല്ലാവർക്കും ഇവിടുത്തെ പേര് മീനാക്ഷി എന്ന്. ഇതാണ് അമ്പലം. ഇതിൻ്റെ ഹൈറ്റ് എത്രയാണത് എൻ്റെ താഴത്ത് നോക്കിയാൽ മനസ്സിലാവത്തില്ല. ഇതുവരെ എനിക്ക് തോന്നുന്നു പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് എന്തുവാന്ന് തോന്നുന്നു. ആദ്യം ഇങ്ങനെ കവർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഇത്രയും ഹൈറ്റുണ്ട്. വീഡിയോ എടുക്കാൻ ഇപ്പോൾ ഒരു പുള്ളിക്കാരൻ പറയാ മറ്റേ ഇതെടുത്ത് തലയിൽ വെച്ച് കൊടുക്കാൻ. സിമ്പിളല്ലേ, ഇങ്ങനെ വെക്കുക. ഓക്കെ, താങ്ക് യു.
ഇത്രയേ ഉള്ളൂ. ഓരോ ഹെൽപ്പ്. പിന്നെ ദേ ആ നേരെ കാണുന്ന സൈഡ് കണ്ടോ, അവിടെയായിരുന്നു അകത്തേക്കുള്ള എൻട്രൻസ് ഒക്കെ. അപ്പോൾ വിസിറ്റേഴ്സ് മീൻസ് തൊഴാൻ വരുന്നവർക്കല്ലാത്ത ആൾക്കാരുണ്ടല്ലോ, നോൺ റിലീജിയസ്, അവർക്ക് ഉള്ള ടൈമിംഗ് ഒക്കെ എപ്പോഴാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അത് ഞാൻ അന്ന് വന്നൊന്നും ഓർക്കുന്നില്ല, പണ്ട് വന്നതാ. ഇതാണ് ടെമ്പിളിൻ്റെ ഒരു പരിസരവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സാധനങ്ങളൊക്കെ കൊടുക്കണം, നമ്മുടെ ബിലോങ്ങിങ്സും എല്ലാം കൊടുത്ത് ചെരുപ്പൊക്കെ ഊരിയിട്ട് അകത്തോട്ട് കയറണം. ഇതാണ് സ്ഥലം. പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര ദാഹം, ഒരു രക്ഷയില്ല. ഞാൻ വെള്ളം കുടിച്ചിട്ടേ ഇല്ല. റൂമിൽ വെള്ളം കയ്യിലുണ്ടായിരുന്ന തീർന്നു പോയിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പോയിട്ട് ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. അവിടെ ജിഗർദാണ്ട കിട്ടും, ജിഗർദാണ്ട. അതെന്താ ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതവിടെ ഉണ്ടാകുന്ന നോക്കട്ടെ. ശരിക്കും ചായ കുടിക്കണമെന്നുണ്ട്, കാരണം വൈകിട്ട് ചായ കുടിക്കലാണ് എൻ്റെ ശീലം. വൈകിട്ടെന്നല്ല, എപ്പോഴും ചായ കുടിക്കലാണ് എൻ്റെ ശീലം. പക്ഷേ ഇപ്പോൾ ദാഹിച്ചിട്ട് ഒട്ടും വയ്യ. ആദ്യം വെള്ളം എന്തെങ്കിലും കുടിക്കട്ടെ. ഇവിടെ എവിടെ ഉണ്ടായിരുന്നു ആ ജിഗർദാണ്ട ഷോപ്പ്? നേരെ ഒരെണ്ണം എന്തോ കാണുന്നുണ്ട്, അതാണോ? നോക്കട്ടെ, പോയി നോക്കട്ടെ. അവിടെ കിട്ടുമായിരിക്കും. അത് തന്നെ ജിഗർദാണ്ട. ഇതാണ് ആ ഷോപ്പ്. അതെ, അപ്പം അവിടെ പോയിട്ട് നോക്കട്ടെ. ഇതാണ് ജിഗർദാണ്ട, കണ്ടില്ലേ? ട്രഡീഷണൽ ഡ്രിങ്ക്. ഇവിടുത്തെ എന്തോ മെയിനാണ് സംഭവം. ഹനീഫ ജിഗർദാണ്ട, ഹനീഫ ഫലൂഡ, അങ്ങനെ കുറേ ഉണ്ട്. ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ അന്ന് കുടിച്ചത് ഈ സാധനം. അപ്പോൾ നോക്കട്ടെ. റേറ്റ് നോക്കി. കുൽഫി 35, റോസ് മിൽക്ക് 40, ജിഗർദാണ്ട മിനി 45, റെഗുലർ 70, ഹനീഫ സ്പെഷ്യൽ ജിഗർദാണ്ട 100. ഈ ഹനീഫ എന്താണോ എനിക്കറിയില്ല. പാഴ്സലിന് 50, 80, 110, അങ്ങനെയൊക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവരുടെ തന്നെ ചോദിച്ചു നോക്കും, എനിക്കറിയത്തില്ല. ആൾക്കാരെന്താണോ മേടിക്കുന്നത് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഇവരുടെ അടുത്ത് ചോദിക്കാം. തമിഴിൽ ദാഹത്തിന് ദാഹം തന്നെ പറയണമെന്ന് തോന്നുന്നു. ഇവരുടെ അടുത്ത് ദാഹത്തിന് നല്ല ഏതാണെന്ന് ചോദിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ ചോദിക്കപ്പോൾ ഏതാ നല്ലത് ദാഹത്തേക്ക്? ആണോ? അപ്പോൾ ഒരു ജിഗർദാണ്ട. റെഗുലർ നല്ലതാ? റെഗുലർ പോകും. ഓക്കെ. എന്തോ ഒരു ടോക്കൺ തന്നിട്ടുണ്ട്, എന്താണെന്നറിയില്ല. ബാലൻസ് എന്തിനാണോ ടോക്കൺ? കയ്യിൽ പിടിച്ച് നിൽക്കാം, കിട്ടുമായിരിക്കും. അല്ലെങ്കിൽ അപ്പുറത്തോടെയും കൊടുക്കണമായിരിക്കും, എനിക്കറിയില്ല. നോക്കട്ടെ. ഇവിടെ കൊടുക്കാനാണ് തോന്നുന്നു ടോക്കൺ. കാരണം എന്ത് ടോക്കൺ? അപ്പോൾ അപ്പുറത്ത ഹെൽമെറ്റ് വെക്കാനൊന്നും ഒരു വഴിയില്ല. ആൾക്കാർ വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്ത് കാണിക്കുന്നത്, വീഡിയോ എടുക്കുന്നതാണോ ഒന്ന് ഫോണായതുകൊണ്ടാണ്. ഇതാണ് റെഗുലർ. അപ്പോൾ നോർമൽ പറഞ്ഞിരുന്നെങ്കിൽ തെണ്ടിപ്പോയനെ, മിനി പറഞ്ഞിരുന്നെങ്കിൽ. ഓക്കെ, കുടിച്ചോട്ടെ. അത് കുടിച്ച് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരിക്കലും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഒരു വെറൈറ്റി ടേസ്റ്റ് അത്. എനിക്ക് ആദ്യം ഫസ്റ്റ് ടൈം ഞാൻ കുടിച്ച സമയത്ത് ഭയങ്കര ഫെമിലിയർ ടേസ്റ്റാണ് ഫീൽ ചെയ്തത്. പക്ഷേ എനിക്കത് ഒരിക്കലും ഇപ്പോഴും എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. എന്താണെന്നറിയില്ല, അങ്ങനത്തെ ഒരു ടേസ്റ്റ്. പക്ഷെ ഭയങ്കര രസമാണ്. വേറെ എവിടെയും എനിക്കത് കിട്ടിയിട്ടില്ല. വല്ല സിമിലർ ടേസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ വേറെ സ്ഥലത്തൊക്കെ ഓക്കെ ഇതുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കാമല്ലോ. ഇത് ഇവിടെ തന്നെ വന്ന് കുടിക്കണം. ഇവിടെ അല്ലാതെ പിന്നെ വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. അങ്ങനെ ഞാൻ ഇനിയിപ്പോൾ ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറണോ വേണ്ടെന്ന് ആലോചിക്കുന്നത്. ഇപ്പോൾ ആൾക്കാർ കുറവാണ്, എനിക്ക് തോന്നുന്നു. മറ്റേ വർക്കിംഗ് ഡേ അല്ലേ, അതുകൊണ്ടായിരിക്കും. ഇങ്ങനെ നിന്ന് കഴിഞ്ഞത് ഈ അമ്പലത്തിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞത് ഇത്രയും വൈഡ് ആംഗിൾ ക്യാമറ ഇട്ടിരിക്കുന്ന കൊണ്ടിട്ട് ഓൾമോസ്റ്റ് ഇത് എൻ്റെ അമ്മു ഇതാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത് ഇത് പെയിൻ്റ് അടിക്കുമെന്ന് തോന്നുന്നു. അതാണ് ഇങ്ങനെ പണിഞ്ഞിട്ടിരിക്കുന്നത് എന്നാൽ എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയില്ല, കാരണം ഇതിൻ്റെ എല്ലാം പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഇത് പണിഞ്ഞവർ സമ്മതിച്ചു നോക്കിക്കേ. ഇതിൻ്റെ ഉള്ളിൽ ഓരോ കാണാൻ പറ്റത്തില്ല അല്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഓരോരോ എന്താ പറയുക ദൈവങ്ങളുണ്ട്, മൊത്തം ദൈവങ്ങളാണ്. അത് ഈ അന്നത്തെ കാലത്ത് ഇത് എങ്ങനെ ഇതുണ്ടാക്കിയത്? എന്തൊരു ഹൈറ്റാണെന്നറിയോ? ഇതേപോലെ തന്നെ തഞ്ചാവൂരും
ഭയങ്കര ഹൈറ്റാണ് ഇതേപോലെ. ഇത് ഒരെണ്ണമല്ല കേട്ടോ, ഇത് അപ്പുറവും ഇപ്പുറമൊക്കെ ആയിട്ട് കുറേ ഉണ്ട്, ഓരോ സൈഡിലായിട്ടും വരുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തായാലും ഞാനിപ്പോൾ കയറുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം വല്ല ഒന്ന് കയറാം. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ നല്ല ടയർഡാണ്, ഇനി പോകണ്ടേ, അതാ. പിന്നെ ഇവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലത്തും കാണുന്ന പോലെ ഇങ്ങനെ കുറേ പല പല കടകളൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്, വരുന്നുണ്ട്. വീട്ടിലോട്ടാണ് പതുക്കെ നേരെ റൂമിൽ ചെല്ലുക, സാധനങ്ങൾ എടുക്കുക, അവിടുന്ന് നേരെ പതുക്കെ വീട്ടിലോട്ട്. ഞാൻ പൊള്ളാച്ചി വഴിയാണ് പോകുന്നത്. പൊള്ളാച്ചി, പാലക്കാട്, തൃശ്ശൂർ, അങ്ങനെ അങ്ങ് പോകും. കാരണം എനിക്ക് ഹൈ റേഞ്ച് കയറാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ ഒരു ചേഞ്ചും വേണ്ടേ, നമ്മളൊരു വഴി വന്നു കഴിഞ്ഞാൽ തിരിച്ച് ആ വഴി പോകരുത്, വേറെ വഴി പോകണം. അപ്പോൾ ഓക്കെ. കൊടങ്ങളൊക്കെ ഇപ്പോഴേ ചെറിയ പ്രായത്തിൽ എന്താ പറയുക, പ്രായമായി, പണിയെടുക്കാൻ പോയി. ഇവിടെ ഓരോരുത്തർ നോക്കിയേ ഏതൊക്കെ പ്രായത്തിലാണ്. ഇവിടെ ചേച്ചി ചെയ്യുന്ന നോക്കി, മുല്ലപ്പൂ, രാജസ്ഥാനി മസാല ടീ. ഇത് കണ്ടാൽ ഞാൻ വിടത്തില്ല ചായ, പക്ഷേ എനിക്ക് ദാഹം മാറിയിട്ടില്ല, ദാഹം ഭയങ്കര ദാഹം. ഇവിടെ അടുത്ത് തന്നെ ഒരു ജെയിൻ ടെമ്പിളുണ്ട്. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്, ഞാൻ ഞെട്ടിപ്പോയി കണ്ടിട്ട് സത്യം പറഞ്ഞാൽ. ഇതിൻ്റെ ഉള്ളിലത്തെ വർക്കുകളൊക്കെ നോക്കിക്കേ, എൻ്റെ അമ്മൂ, ഇതെന്താണ്, താജ്മഹലോ? ഭയങ്കര ഭയങ്കര നൈസാണ് കേട്ടോ. അവിടെ കയറാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇപ്പം ഞാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ചോദിച്ചു നോക്കാം. പിന്നെ ഈ വൈകുന്നേരം ആയതുകൊണ്ടിട്ട് എന്നാലും ജെയിൻ ടെമ്പിൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അടുത്ത് ജെയിൻ ടെമ്പിൾ, പിന്നെ തൊട്ടപ്പുറത്തൊരു മോസ്കും ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, കൊള്ളാമല്ലോ എന്ന്. എല്ലാം അടുത്തടുത്ത് വരുമ്പോഴേ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഒത്തൊരുമയോടെ കൂടിയ ഒരു സ്ഥലമാണെന്ന് തോന്നി എനിക്ക്. വണ്ടി തപ്പി ഇത് കിട്ടിയ അവസാനം ഞാൻ വിചാരിച്ച വണ്ടി ആരെങ്കിലും കൊണ്ടുപോയിരുന്നു. എനിക്ക് അന്നത്തെ പേടിയുള്ളതുകൊണ്ടാണ്, ഹെൽമറ്റും ഒക്കെ. വണ്ടി മൊത്തം ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയില്ലെങ്കിൽ ശരിയാവത്തില്ല. ഫുള്ള് അലമ്പായിരിക്കുക വണ്ടി, ഫുള്ള് കണ്ടോ. ചെറുതായിട്ടൊന്ന് വെള്ളം വാങ്ങി കഴുകണം. അങ്ങനെ റൂമിലെത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യണം, എന്നിട്ട് നേരെ വീട്ടിലോട്ട്. അതാണ് ഇനി പ്ലാൻ. അങ്ങനെ ഫൈനലി നമ്മുടെ പടച്ചട്ടയൊക്കെ എടുത്തിട്ട് നമ്മൾ റെഡിയായി. ഇത് ഇടുമ്പോൾ കിട്ടുന്ന ഈ പറഞ്ഞ പോലെ, ഇത് എപ്പോൾ ഇട്ടാലും ഉണ്ടല്ലോ ഈ കോൺഫിഡൻസ് ആണ്, അതാണ്. പോലീസുകാർ യൂണിഫോം ഇടുന്ന പോലെ, റൈഡേഴ്സിൻ്റെ ഡ്രസ്സ്, ജാക്കറ്റ്. അപ്പോൾ ഇനി നേരെ ഇവിടുന്ന് വിടുകയാണ്. അപ്പോൾ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. സാധനങ്ങളിപ്പോൾ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഞാനൊന്നും കൊണ്ടുവന്നിട്ടില്ല, കാരണം എനിക്കറിയാം ഞാൻ എന്തെങ്കിലും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ചിട്ട് മറന്നു. അപ്പോൾ ബൈക്കിൻ്റെ താക്കോൽ, പിന്നെ റൂമിന് അവർക്ക് കൊടുക്കാനുള്ള താക്കോൽ, നമ്മുടെ ഹെൽമെറ്റ്, ബാഗ്, വേറെ ഒന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ബാത്റൂമിലൊക്കെ ആൾക്കാർ വല്ല ഫേസ് വാഷോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും മറക്കരുത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഇനി ബാഗ് എടുക്കുക, നേരെ ബാഗ് ഇടുക. അപ്പോൾ ഓക്കെ, നേരെ പോവാം. ബൈ. വലിയ ഡയലോഗ് അടിച്ചിട്ടത് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത്, ഒരു സാധനം മെയിനായിട്ട് ഉണ്ടായിരുന്നുള്ളൂ എന്ന്, ചാർജർ. ഇത് ഞാൻ സ്ഥിരം മറക്കും ഈ സാധനം. പക്ഷേ ഭാഗ്യത്തിന് ഓർത്ത് കേട്ടോ, രക്ഷപ്പെട്ടില്ലെങ്കിൽ പെട്ടേനെ. പിന്നെ നമ്മുടെ കയ്യിലൊരു കുപ്പി ഉണ്ടെങ്കിൽ ഒരു 20 രൂപ ലാഭിക്കും. 20 എന്നല്ല, എത്ര പ്രാവശ്യം എടുക്കുന്നോ അത്രയും പ്രാവശ്യം നമുക്ക് ലാഭിക്കാം. നമ്മൾ നിൽക്കുന്ന റൂമിൽ നിന്നിട്ട് പോകുമ്പോൾ അവിടെ എന്തായാലും വെള്ളം ഉണ്ടാവും, ഗ്രൗണ്ട്. അപ്പോൾ ആ വെള്ളം പോകുന്ന വഴിക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു 20 റുപ്പീസിൻ്റെ വെള്ളം കുടിക്കാമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വാങ്ങിയാൽ പോരെ. ഓക്കെ ഓക്കെ ഓക്കെ. എങ്കിട്ട് കാശ് ഒരു 30 റുപ്പീസ് എടുക്കുക, അത് പോതുമോ? പോകും. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തിരിച്ചെടുത്തിട്ടാ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്തുനിന്ന് വെള്ളം വാങ്ങണം എന്ന്, മീൻസ് എടുത്തു കഴിഞ്ഞാൽ 20 രൂപ ലാഭമെന്ന്. എനിക്കിപ്പോൾ 30 രൂപ നഷ്ടം മൊത്തത്തിൽ മീൻസ് എക്സ്ട്രാ 10. വെള്ളം മേടിച്ചിരുന്നെങ്കിൽ 20 ആവുള്ളത്. ആ വെള്ളം മേടിക്കാൻ നിന്നുകൊണ്ടാണ്. ഞാൻ ഇറങ്ങിയപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞു, ലൈക്ക് നമുക്ക് എല്ലാം ചെയ്തു തരത്തില്ലേ, എൻ്റെ വെയിറ്ററല്ല, അത് ഹോട്ടലല്ലേ. ആൾ പറഞ്ഞത് എന്തെങ്കിലും എന്താ ഞാൻ വെച്ചിരുന്നൊരു 30 റുപ്പീസ് ഉണ്ടായിരുന്നു, ലാസ്റ്റ് അത് കൊടുക്കണ്ടോ. കുഴപ്പമില്ല, ഇതൊക്കെ ഒരു രസം.
അങ്ങനെ. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാണ്. ബൈക്ക് ഇവിടെ ഉണ്ട്, വെള്ളമുണ്ട്. ഇച്ചിരി വെള്ളം കുടിച്ചിട്ടാവാം. വെള്ളം കുടിക്കാൻ വെച്ച കാശാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ വെള്ളം കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് നേരെ ഇവിടുന്ന് മാപ്പ് നോക്കണം. മാപ്പ് നോക്കാതെ പോകാൻ പറ്റില്ല, എനിക്ക് വഴി അറിയില്ല. പൊള്ളാച്ചിയിൽ നിന്ന് പിന്നെ എനിക്കറിയാം, പൊള്ളാച്ചിയിലേക്ക് അത് നോക്കണം. അപ്പോൾ ഓക്കേ. അങ്ങനെ പളനി എത്തി. പളനി, ഇതാണ് പളനി. അപ്പം ഞാനിവിടെ നോക്കുമ്പോൾ മറ്റേ പളനി അമ്പലം ഇപ്പോൾ കണ്ടായിരുന്നല്ലോ, അവിടെ ആയിട്ടുണ്ട് മുകളിൽ. അവിടെ മറ്റേ അമ്പലമുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ടൗണിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് നേരെ ഇവിടുന്ന് പൊള്ളാച്ചി, അവിടുന്ന് പാലക്കാട് അങ്ങനെ പോകണ്ടേ. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാര്യം നല്ല വിശപ്പുണ്ട്. എങ്ങനെയെങ്കിലും ഒരു ടൗൺ എത്തിയിട്ട് വേണം ഫുഡ് കഴിക്കാൻ. ഇതാണ് പളനി അമ്പലം. രാത്രി ആയതുകൊണ്ട് കാണാൻ ചാൻസ് കുറവാണ്, പക്ഷേ ഇതാണ് അമ്പലം. അതിൻ്റെ മുകളിലോട്ടൊക്കെ പോകാൻ പറ്റും നടന്ന്. പക്ഷേ ഇത് ആ കാണുന്ന വഴിയാണ്. ഇതൊക്കെ വഴികളാണ്. മുകളിലേക്ക് പോകാൻ പറ്റും, പക്ഷെ ഇപ്പം എന്തായാലും പറ്റില്ല. ശരിക്കും ഇവിടെ രാത്രി ആയതുകൊണ്ടാണ് ഭയങ്കര നല്ല സ്ഥലങ്ങളാണ്. മൊത്തം മലകളൊക്കെയാണ് അവിടെ ഇവിടെയൊക്കെ. ഫുള്ള് മലയാണ്. അവിടെയും ഇവിടെയൊക്കെ മലയാണ്, പക്ഷെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ അങ്ങനെയാണല്ലോ, എല്ലാം പ്ലാനുകളും ഇങ്ങനെയാണ് ചെയ്ത് തീർക്കാറ്. അതുകൊണ്ട് അലമ്പായി പോയി. അപ്പോൾ നേരെ പൊള്ളാച്ചിയിലേക്ക്. പക്ഷേ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കടകളൊന്നും കാണുന്നില്ല. അപ്പോൾ നേരെ ഇല്ല, എവിടെ നിന്നെങ്കിലും കയറി കഴിക്കാം. അപ്പോൾ ഇനി പൊള്ളാച്ചി. അങ്ങനെ 150 എത്രയോ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. അത്രയും ഓടിയിട്ട് ഇപ്പോഴാണ് സത്യം പറഞ്ഞ വണ്ടി നിർത്തുന്നത്. മധുരയിൽ നിന്ന് വണ്ടി വിട്ടിട്ട് ഞാൻ നിർത്തുന്നത് ഇപ്പോഴാണ്. അതുകൊണ്ട് തന്നെ പെടലിയും വേദന, നടുവും വേദന, വയ്യ, നല്ല വേദനയുണ്ട്. അപ്പോൾ വേറെ എവിടെ നിർത്താമെങ്കിൽ നല്ല കടകളൊന്നും കാണാത്തതുകൊണ്ടാണ്. ലൈക്ക് ഇപ്പോൾ ഇനി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടത്തില്ല ഇടത്തുനിന്ന്. പിന്നെ നല്ല വിശപ്പുണ്ട്. വിശത്തിൻ്റെ വണ്ടി ഓടിക്കാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ ഏതാ സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പളനി കഴിഞ്ഞിട്ട് പൊള്ളാച്ചിക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇവിടെ വണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ കട ഇതാണ്. ഇതുകൊണ്ട് ഇപ്പുറത്തുകൊണ്ട്. ഇതിൽ ഏത് കടയിൽ കയറുമെന്ന് എനിക്കറിയില്ല. ഇവിടെ കുറച്ച് കേരള വണ്ടികളൊക്കെ ഉണ്ട്. ഇത് ഒരു കേരള വണ്ടിയാണ്. പിന്നെ ഈ കിടക്കുന്നതൊക്കെ KL വണ്ടികളാണ്. അപ്പോൾ അതുകൊണ്ടും കൂടെ നിർത്തിയതാണ്. ഇതാണ് സ്ഥലം. സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും പോയിട്ട് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അപ്പോൾ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ബാക്കി യാത്ര തുടങ്ങട്ടെ. എനിക്ക് എത്രയും പെട്ടെന്ന് വീട് പിടിക്കണം. കാരണം കിടക്കട്ടെ. ടൈം എത്രയും ദൂരം കൂടുതലല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് പാടാം. രാത്രിയും കൂടെ ആകുമ്പോഴത്തേക്ക് രാത്രി യാത്ര ഞാനിതോട്ട് നിർത്തി. ഇനി രാത്രിയുള്ള വ്ലോഗിങ് ഇല്ല. ഇനി ഓൺലി ഡേ ടൈമാണ്. കാരണം രാത്രി ആകുമ്പോഴത്തേക്കും ഫുള്ള് അലമ്പാണ്. ലൈക്ക് മൊത്തം ആർക്കും ഒന്നും കാണാൻ പറ്റത്തില്ല. കാരണം ഇതൊക്കെ നല്ല നല്ല സ്ഥലങ്ങളാണ്, പക്ഷെ ആർക്കും ഒന്നും കാണാൻ വയ്യ. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കേരള ട്രാവലർ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇതെല്ലാം നന്നായി. അപ്പം ഞാനെന്തായാലും ഇവിടെ കയറി ഫുഡ് കഴിക്കട്ടെ. ഇങ്ങനെ മുഖമൊക്കെ കഴുകി റെസ്റ്റിലാണ്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനമുണ്ട്, ചിക്കൻ റൈസ്. ഞാൻ വെറുതെ ചോദിച്ചു അവരുടെ അടുത്ത്. അപ്പോൾ അവർ പറഞ്ഞ ചിക്കൻ റൈസ് ഉണ്ട്. മെനു പറഞ്ഞപ്പോൾ എന്താണെന്നറിയോ, ഷവർമ, ബിരിയാണി, അൽഫാം. ഇതൊന്നും അല്ല കഴിക്കണ്ട. ഇതൊന്നും കഴിക്കാനല്ല ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ചിക്കൻ റൈസ് കഴിക്കട്ടെ. ഫോണൊന്ന് ചാർജിലിടണം. ചാർജ് തീർന്നു. ഇനി ഫോൺ വഴിക്ക് നമുക്ക് ചാർജിങ് സ്റ്റേഷൻസ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ചാർജ് ഇട്ടില്ലെങ്കിൽ ശരിയാകത്തില്ല. അപ്പോൾ ഇവിടെ കൊണ്ട് ഫുഡ് കഴിക്കുന്ന സമയത്ത് ചാർജിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യത്തിൽ ഓക്കെ ആവും. അപ്പോൾ ചാർജിലിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു ഇത് വാങ്ങിയിട്ടുണ്ട്. ഞാൻ കുറേ നാൾക്ക് ശേഷം നൊസ്റ്റാൾജിയ അടിച്ചൊരു സാധനം കണ്ടു. കോഫി ബൈറ്റ്, മറ്റേ ലോട്ടി കോഫി ബൈറ്റ് ഇല്ലേ, അത് പണ്ട് കഴിച്ച സാധനം. പണ്ട് അത് വാങ്ങി.
പിന്നെ ഈ രാത്രി ഞാൻ നേരത്തെ വന്നപ്പോഴേ ഈ ഹോട്ടലിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇവരൊക്കെ എന്തിനാ തുറന്നിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്, നഷ്ടമല്ലേ എന്നൊക്കെ. പെട്ടെന്ന് ദേ ഒറ്റ ബസ് മതി ഇവർക്കിങ്ങനെ, ബസ്സുകളാണ് വരുന്നത്, അല്ലാതെ ആൾക്കാർ വന്ന് കയറലൊക്കെ കുറവാണ്. ഒരൊറ്റ ബസ് വന്നത് കട മൊത്തം ഫില്ലായി. അപ്പോൾ അതാ ബിസിനസ്, ഹോട്ടൽ ബിസിനസ്സൊക്കെ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ നോക്കി നടത്താൻ അതേപോലത്തെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോരുത്തർ ഓരോ രീതിയിൽ ജീവിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ നേരെ ഇവിടുന്ന് പൊള്ളാച്ചിയിൽ നിന്ന് പാലക്കാട്, തൃശ്ശൂർ, വീട്ടിലോട്ട് ആലുവ. അപ്പോൾ ഓക്കെ. മുമ്മാരുടെയൊക്കെ റേസിംഗ് ആണ്. ഫ്രണ്ടിൽ പോകുന്ന കേരള, ബാക്കിൽ പോകുന്ന തമിഴ്നാട്. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, എന്തൊരു റേസിംഗ് ആണ് മുമ്മാരൊക്കെ രാത്രി കിടന്ന്. മത്സരം അവൻ കേരളത്തിലാവും വിട്ടു കൊടുത്തിട്ടില്ല. തമിഴ്നാട് പുറകെ ഉണ്ട്. ഇപ്പോഴാണ് മരുന്ന് കിട്ടിയത്. ഇത്ര നേരം എന്തായിരുന്നു അറിയോ? ഓ, പൊള്ളാച്ചി എങ്ങനെ, പൊള്ളാച്ചി ആ പാവം. ഇപ്പൊ അവൻ വിട്ടു കൊടുത്തിട്ടാ. അങ്ങനെ നമ്മൾ പൊള്ളാച്ചി എത്തി അവസാനം. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ ടൈം എത്രയായി നോക്കട്ടെ, 11:47 പൊള്ളാച്ചി എത്തി. ഇനി പാലക്കാട് 46 കിലോമീറ്റർ ഉണ്ട് പാലക്കാട്. എൻ്റെ പൊന്നോ, പാലക്കാട് എത്തിയാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ നമ്മുടെ സ്ഥലമാണ്. പക്ഷെ കോയമ്പത്തൂരിലേക്ക് 40 കിലോമീറ്റർ, അത് കുഴപ്പമില്ല. ഇങ്ങനെ ഓരോ ബോർഡ് കാണുമ്പോഴാണ് മനുഷ്യനെ വഴി തെറ്റിക്കുന്നത്, എന്നിട്ട് ആ വഴി പോവും. അപ്പോൾ ഇനിയിപ്പോൾ നേരെ പാലക്കാട്. അങ്ങനെ അവസാനം പാലക്കാട് എത്തിയിട്ടുണ്ട്. അങ്ങനെ മണിക്കൂറുകളത്തെ ട്രാവലിങ്ങിന് ശേഷം കേരളത്തിൽ കാലുകുത്തി. ഇനിയിപ്പോൾ പിന്നെ സുഖമാണ്. ഇനി നമ്മുടെ സ്വന്തം സ്ഥലം പാലക്കാട് നേരെ തൃശ്ശൂർ നേരെ ആലുവ. ഇവിടുന്ന് പിന്നെ സ്ട്രെയിറ്റാണ്, പക്കാ സ്ട്രെയിറ്റാണ്. ഇവിടെ പിന്നെ എത്ര കിലോമീറ്റർ ഇനി കിടന്ന് ഓടിയാലും നമുക്ക് നമ്മുടെ നാടിൻ്റെ ഒരു, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന നമ്മുടെ ഏരിയ എന്ന് പറയാം. മറ്റേത് അങ്ങനെയല്ലല്ലോ, തമിഴ്നാടല്ലേ. അങ്ങനെ അടുത്ത പെട്രോൾ അടിക്കാൻ വന്നിരിക്കുകയാണ്. അടിച്ച പെട്രോൾ തീർന്നു, കാരണം കിലോമീറ്റർ കൂടുതലുണ്ടായിരുന്നല്ലോ. ഇതൊരു 2 ലിറ്റർ. അങ്ങനെ അവസാനം വീടെത്തിയിരിക്കുകയാണ്. ഒരു നീണ്ട യാത്ര, ഒന്ന് കറങ്ങി. മറ്റേ ജഗതിയുടെ ഡയലോഗ് ഉണ്ടല്ലോ, സുൽത്താൻ ബത്തേരി എന്താണ്, ഊട്ടി സുൽത്താൻ ബത്തേരി, അങ്ങനെ എന്തൊക്കെ ഡയലോഗ് ഉണ്ടത്. അപ്പോൾ ഫൈനലി അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം കണ്ണു കാണുന്നില്ല, രാവിലെ 4:45 സത്യം പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ല കാര്യങ്ങൾ, കാരണം മൊത്തം രാത്രിയിലായിപ്പോയി യാത്ര. ഫുള്ള് രാത്രി ആയതുകൊണ്ടിട്ട് ഒന്നും എടുക്കാനും ആർക്കൊന്നും കാണാനും, എൻ്റെ വ്ലോഗ് അങ്ങനെ ഫസ്റ്റ് വ്ലോഗിൽ എപ്പോഴും കുറേ അപാകതകൾ ഉണ്ടാവുമല്ലോ. അതാണ് അടുത്ത പ്രാവശ്യം തൊട്ട് ശരിയാക്കുന്നതാണ്. ഇപ്രാവശ്യത്തെ പോരായ്മകളെല്ലാം അടുത്ത പ്രാവശ്യം സെറ്റാക്കാൻ പോവുക. എന്നിട്ട് ഇനി അടുത്ത വീഡിയോ ഇടുകയുള്ളൂ. കാരണം ഇപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, നമുക്ക് ഇപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴും എക്സ്പീരിയൻസ് ആയിട്ടാണല്ലോ വരുന്നത്, എന്തൊക്കെ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് നമുക്ക് അത് മനസ്സിലാവും. ആരൊക്കെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.